ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് ആനിയ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗാർഡൻ മേക്ക് ഓവർ തന്നെയാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് സെഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഏരിയ ആണ് ഞാൻ ഇന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ഏരിയ വൈസ് തിരിച്ചിട്ട് മാത്രമേ എനിക്ക് എൻ്റെ ഗാർഡൻ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ബിഗോണിയയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ അത്യാവശ്യം കുറേ നാളായിട്ടാണ് ഞാൻ വെച്ചിട്ട്, കുറേ ഇയേഴ്സായി ഞാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വെച്ചൊന്ന് ജസ്റ്റ് പ്രൂൺ ചെയ്തിട്ട് വളങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. കാരണം മഴക്കാലമാണല്ലോ, ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് പ്രൂണിങ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ, നമ്മളെ ക്രിസ്മസ് ട്രീ പോലെ ആയി വരുന്ന പ്ലാന്റാണ് ഇത്. യൂഷ്വലി പുറത്താണ് എല്ലാവരും വെക്കുക, മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ശരിക്കും വലിയ ട്രീ ആയി വരുന്നൊരു പ്ലാന്റാണ് ഇത്. ബട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് അത്രയും ഒരു കുട്ടി പ്ലാന്റ് ആയിരുന്നേ, അതിന് ഞാൻ ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ബട്ട് ഞാൻ അതിന് അധികം വളങ്ങളൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. ഞാൻ ഇതിങ്ങനെ പ്രൂൺ ചെയ്ത് ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ, ആ ഒരു സൈസിൽ മാത്രം നിർത്താനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഇതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മണ്ണിൽ നട്ടാൽ ശരിക്കും വലിയ ട്രീ ആയി വരും കേട്ടോ. അപ്പോൾ ഇതിന് വളങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ചട്ടി വരെ പൊട്ടിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളമൊന്നും ആഡ് ചെയ്യാണ്ട് ജസ്റ്റ് ട്രിം ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്ത്. ഈ ബ്ലാക്ക് ബിഗോണിയലുണ്ടല്ലോ, ചട്ടി കാണാത്ത രീതിയിൽ വളർന്ന് നിൽക്കുന്നായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. ഇത്ര കണ്ട് പീസൊക്കെ കട്ട് ചെയ്യുമ്പോണ്ടല്ലോ എനിക്ക് ചെറുതായിട്ട് വിഷമം വരും. ബട്ട് സാരില്ല, എന്തായാലും അത് ഗ്രോ ചെയ്ത് വരും. ഞാനിപ്പോൾ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗോണിയ ഉണ്ടല്ലോ, ഇത് സിൽവർ കളറിലാണ് വരുന്നത്. ഞാൻ അധികം കോമൺ ആയിട്ട് കാണാത്തതാണ്. ബാക്കി രണ്ടും ഞാൻ അധികം വീട്ടിലൊക്കെ കാണുന്നതാണ്. ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ ഉണ്ടല്ലോ, കാണാൻ നല്ല ലുക്കാണെങ്കിലും അത് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ, കയ്യിലെല്ലാം തട്ടിക്കഴിഞ്ഞാൽ. ഈ പ്ലാന്റ്സിനോടുള്ള ഒരു ക്രേസ് മാത്രമല്ല, എനിക്ക് ചെറുതായിട്ട് OCDൻ്റെ അസുഖമുണ്ട്. ലൈക്ക് എനിക്ക് വെച്ച സാധനം ആ ഒരു കറക്റ്റ് ഓർഡറിൽ കിട്ടണം, ആ കറക്റ്റ് അലൈൻമെൻറ്റിലൊക്കെ കിട്ടണം. അതുകൊണ്ട് ഞാൻ ഈ ചട്ടി ഒരു ദിവസം വെച്ച സ്ഥലത്തൊന്നുമല്ല പിറ്റേ ദിവസം ഉണ്ടാവുക. എനിക്ക് തോന്നുമ്പോൾ ഞാനിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അതും എനിക്ക് കറക്റ്റ് അലൈൻമെൻറ്റിൽ കിട്ടണം. അത് എൻ്റെ മൈൻഡിൽ തോന്നുന്ന ആ രീതിയിൽ തന്നെ കിട്ടണം. അതുകൊണ്ട് തന്നെ ചട്ടി എപ്പോഴും ഒരേ സ്ഥലത്ത് നിൽക്കുകയില്ല, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ചട്ടി അറിയാമല്ലോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ ഏരിയയിലുള്ള ചട്ടികളൊക്കെ നല്ല മണ്ണിൻ്റെയും അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെയും പോട്ടാണ്. അപ്പോൾ ഈ OCDൻ്റെ പ്രശ്നം കൂടി വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര നമ്മൾ ടയേർഡാവും. ഇത് നീക്കി നമ്മുടെ കൈയിൻ്റെ ഊപ്പാട് വരും. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ OCD അസുഖമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, എസ്പെഷ്യലി പ്ലാന്റ് ലവേഴ്സ്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഡാനസ് പ്ലാന്റ് ആണ്. അതിൽ അത്യാവശ്യം നല്ലോണം ഗ്രോ ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ ജസ്റ്റ് ട്രിം ചെയ്തൊന്ന് ഓൾഡായിട്ടുള്ള ലീവ്സിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതും ബിഗോണിയ വെറൈറ്റി പെട്ട തന്നെയാണ്. അപ്പോൾ ബിഗോണിയ ഫാമിലീനെയൊക്കെ ഞാൻ അവിടെയാണ് അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രൂൺ ചെയ്യുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, കലാത്തിയ വെറൈറ്റി പെട്ടയാണ്. ഈ കലാത്തിയയിലുള്ള അധിക പ്ലാന്റ്സ് ഉണ്ടല്ലോ, പ്രയർ പ്ലാന്റ്സ് എന്നും കൂടി അറിയപ്പെടും. കാരണം അത് മോർണിംഗ് ലൈറ്റിലൊക്കെ അത് ഭയങ്കര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. ബട്ട് നമ്മൾ നൈറ്റിൽ എസ്പെഷ്യലി അത് ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ വെക്കുകയാണെങ്കിൽ അതിങ്ങനെ എന്താ പറയുക, ക്ലോസർ ആയിട്ട് വരും. ലൈക്ക് നമ്മൾ പ്രേ ചെയ്യുമ്പോൾ നമ്മൾ കൈ വെക്കൂലേ, അതുപോലെ ആയിട്ട് വരും. അതുകൊണ്ടാണ് തോന്നുന്നത് അതിന് പ്രയർ പ്ലാന്റ് എന്നൊക്കെ പേര് വീണിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നല്ല രസമാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് വെറിഗേറ്റഡ് അറേലിയാണ്. ഇതെല്ലാം കെയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഞാൻ നട്ട് കൊടുത്തത് എനിക്ക് ഓർമ്മയുള്ളൂ. പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ഞാൻ കൊടുക്കില്ല. ജസ്റ്റ് ഇങ്ങനെ ബുഷിയായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും, ചാണകം ഇട്ട് കൊടുക്കും, ദാറ്റ്സ് ഓൾ. വേറെ പ്രത്യേകിച്ച് അതിന് കെയറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അധികം പുഴുക്കളും അങ്ങനെ ഒന്നും വരില്ല. നമുക്ക് ഇപ്പോൾ ബിഗിനേഴ്സാണ് ഗാർഡനിങ്ങിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ അരേലിയ പോലത്തെ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, നല്ലതാട്ടോ. നമ്മളെ ഗാർഡനിൽ കാണാനും നല്ല ലുക്ക് ഉണ്ടാവും. നമുക്ക് മെയിൻ്റെനൻസും അത്ര പാടൊന്നും ഉണ്ടാവില്ല. അരേലിയ വെച്ച് ചട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മാർബിളിൻ്റെ പീസ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇത് ക്രീപ്പിംഗ് ലില്ലി ടർഫാണ്, വെരിഗേറ്റഡ് വേർഷനാണ്. ഇതെല്ലാം നമ്മളെ ലാൻഡ്സ്കേപ്പിങ്ങിനെല്ലാം ചെയ്താൽ സൂപ്പറായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ മാത്രം സ്ഥലങ്ങളില്ല. ലൈക്ക് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എനിക്ക് ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലമില്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ നിന്നാൽ ഫുള്ളായിട്ട് കാട് പിടിക്കും. ഫുള്ളൊരു കാട് പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചട്ടിയിൽ വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നു, അത്ര തന്നെ. ഫിലോഡെൻഡ്രോൺ എന്താ പറ്റിയെന്ന് അറിയില്ല, വേഗം വീണു ഞാൻ തൊട്ടപ്പാട് തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കമ്പി വെച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ.
ഇനിയായിരുന്നു എൻ്റെ ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ലൈക്ക് ഞാനിതൊന്നും റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല കേട്ടോ മേക്ക് ഓവർ. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ചെടികളൊക്കെ അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. ലൈക്ക് അതിൻ്റെ സ്റ്റെമ്മെല്ലാം അത്യാവശ്യം ഉണങ്ങി നല്ല ഫ്രഷ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്ന് റീപോർട്ടിങ്ങും കൂടി ചെയ്തേക്കാം എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ നല്ല നല്ല പ്ലാന്റിൻ്റെ പാർട്ട് എടുത്തിട്ട് മാറ്റി വെച്ചു. ഞാൻ ഈ പോട്ട് തന്നെ പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാനതൊരു ചട്ടി വിളിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ആ ചട്ടി എൻ്റെ കയ്യിലായിരുന്നു ഗൈസ്. കണ്ടില്ലേ, പപ്പടം പൊട്ടുന്ന പോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 2 years ആയിട്ടുണ്ടോ ഈ ചട്ടി വാങ്ങിയിട്ട്. ബട്ട് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് പോട്ട് തന്നെയാണ് കേട്ടോ നല്ലത്. പക്ഷേ അതൊരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പോട്ട് തന്നെയാണ് വാങ്ങുക. ബട്ട് നമുക്ക് കുറച്ചുകൂടെ ലാസ്റ്റിംഗ് എല്ലാം വേണമെന്നുണ്ടെങ്കിലോ ശരിക്കും സിമെൻറ്റ് അതുപോലെ തന്നെ മണ്ണിൻ്റെ പോട്ട് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് എനിക്ക് നല്ലോണം ക്രേസ് വന്ന ടൈം ഞാൻ കുറേ പ്ലാസ്റ്റിക് പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൽ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്ലാസ്റ്റിക് പോട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾ വെയിലത്ത് വെക്കാണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. എന്നാൽ കുറേ നാളൊന്നും നിൽക്കില്ല. അതിൻ്റെ ഒരു കാലാവധി എത്തുമ്പോൾ അതൊന്നിക്ക് പൊട്ടും, അല്ലെങ്കിൽ അതിൻ്റെ കളർ പോകും. നമുക്ക് ഈ മണ്ണിൻ്റെയോ അതുപോലെ തന്നെ സിമെൻറ്റ് ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത പീസൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പ്ലാന്റും കൂടി ഇത് ഫൈക്കസിൽ വെറൈറ്റി പെട്ടതാണ്. ഐ തിങ്ക് വെറിഗേറ്റഡ് ഫൈക്കസ് ആണെന്ന് തോന്നുന്നത്. എന്തായാലും ഇതിൽ സക്കുലൻറ്റ് വെറൈറ്റിയാണ്. അധികം വെള്ളമൊന്നും വേണ്ട, നല്ല രീതിയിൽ നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല മരം പോലെ ആയിട്ടുണ്ടായിരുന്നേ. ഇതെനിക്ക് ഒറ്റ വെളിയിൽ തന്നെ എനിക്ക് വേരടക്കം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് എനിക്ക് ആ ചട്ടി പൊട്ടിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ അതിൽ തന്നെ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഡെവിൽസ് ബാക്ക് ബോൺ അങ്ങനെ എന്തുവാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ബാക്ക് ബോണാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതെന്താണെന്ന് അറിയില്ല ഈ പേര് വരാൻ കാരണം. ബട്ട് സ്റ്റിൽ ഇതും സെക്കുലൻ കൈൻഡ് ഓഫ് ആണ്. അധികം വെള്ളമൊന്നും വേണ്ട. ഗാർഡനിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ നടുന്ന ടൈം ആ ഒരു സ്റ്റമ്മിൽ നിന്ന് ഒരു 2 to 3 ലീവ്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ വേഗം വേര് പിടിക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് എല്ലാ സ്റ്റെമ്മും വെക്കുന്നത്. ഇത് ഓൾറെഡി ചെയ്ത് പരിചയമുള്ളവർക്ക് ഇത് സിമ്പിളായിരിക്കും. ബട്ട് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ടിപ്പ് തന്നെയാണ്. ഇത്രയും നേരത്തെ അംഗത്തിന് ശേഷം ഇത്രയും പ്ലാന്റിൻ്റെ ബാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പീഡിലിട്ടതുകൊണ്ട് കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. ബട്ട് ഇത് അടിച്ചു വാരി കഴിയുമ്പോഴേക്കും എൻ്റെ നടു ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല രാത്രി ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈവനിങ്ങിലാണ് ഇത് തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ മുമ്പത്തെ ഏരിയ ക്ലീൻ ചെയ്തത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് വരും. അപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് ഇത്ര ടയർഡ്നെസ് തോന്നിയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ നടു ഒടിഞ്ഞിട്ട് ഗൈസ്. എസ്പെഷ്യലി ഇവിടെ മണ്ണിൻ്റെയും അതുപോലെ സിമെൻറ്റ് പോട്ടൊക്കെ ആയതുകൊണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഇതാണ് എനിക്ക് ഫൈനലായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ക്ലീൻ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ എടുത്തതായിരുന്നേ. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്നേരം വെച്ച പ്ലാന്റ്സ് ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്, മാറിയിട്ടുണ്ടല്ലേ. അതൊക്കെ അങ്ങനെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മറിച്ച് ഇങ്ങനെ വെച്ച് നോക്കും. എന്നിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഞാനത് വെക്കും, പിന്നെ അത് ഞാൻ മാറ്റും. ഇതെന്നെ എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ലീഫി പ്ലാന്റ്സ് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ഉണ്ടല്ലോ, ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗൈസ്. ഇങ്ങനെ കാണുമ്പോഴത്തേനും ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ബട്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവരുണ്ടല്ലോ, ഇത് കാണുമ്പോൾ വിചാരിക്കും എന്താ ഈ കുട്ടി ഫുള്ള് കാടാക്കി വെച്ചിട്ടുള്ളതെന്ന്. ബട്ട് സ്റ്റിൽ ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഈ ലീഫി പ്ലാന്റ്സിനോടാണ്. കാരണം എപ്പോഴും നല്ല കളർഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഗാർഡനിങ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.